2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. ബന്ദികളെ കൈമാറിക്കൊണ്ടായിരുന്നു ഇരുവരും താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു എങ്കിലും ഫലസ്തീനെ സംബന്ധിച്ച് അവർക്ക് റിക്കവർ ചെയ്യാൻ ഒരുപാട് നാളുകൾ വേണ്ടിവരും. കാരണം ഈ യുദ്ധസമയത്ത് ഇസ്രായേൽ വലിയ രീതിയിൽ ഗസയിലെ കെട്ടിടങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ, ആശുപത്രികൾ, പള്ളികൾ തുടങ്ങിയ ഒട്ടനവധി കെട്ടിടങ്ങൾ ഗസയിൽ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ഇപ്പോഴിതാ അവരുടെ റിക്കവറിയുടെ ആദ്യ ഭാഗമായി ഗസയിൽ അവർക്ക് നഷ്ടപ്പെട്ട കിടപ്പാടങ്ങൾക്ക് മുമ്പ് തന്നെ ഗസയിലെ ജനങ്ങൾ ആദ്യമായി പണി കഴിപ്പിച്ചത് ഒരു താൽക്കാലിക പള്ളിയാണ്. ആ പള്ളി അവർ നിർമ്മിക്കുന്നതിന്റെ വീഡിയോ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. ആദ്യം ആ വീഡിയോ കാണാം. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നുപോയ അവരുടെ കിടപ്പാടങ്ങൾ പുനർനിർമ്മിക്കുന്നതിനേക്കാൾ അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത് അവിടത്തെയുള്ള പള്ളികൾ. അവിടെ ഇസ്രായേൽ ആക്രമണ സമയത്ത് ഒരുപാട് പള്ളികൾ നശിക്കപ്പെട്ടിരുന്നു, ആക്രമണത്തിന് ഇരയായിരുന്നു. ഏതാണ്ട് 1400 വർഷങ്ങളിലേറെ പഴക്കമുള്ള മസ്ജിദുകൾ അടക്കം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ തകർന്നു വീണിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് താൽക്കാലികമായി ഗസയിലെ ജനങ്ങൾ അവിടെ ഒരു പള്ളി നിർമ്മിച്ചത്. അതിൻ്റെ വീഡിയോ അവർ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ടെൻ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു താൽക്കാലിക പള്ളി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ പണി കഴിപ്പിച്ചുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ പള്ളിയെ നിർമ്മിച്ചത്. അതേസമയം നേരത്തെ തകർന്ന പല പള്ളികൾ, തകർന്നു എന്ന് പറയുമ്പോൾ അർദ്ധമായി പകുതി പൊളിഞ്ഞ ഒരുപാട് പള്ളികളുണ്ട്, കേടുപാടുകൾ സംഭവിച്ച ഒരുപാട് പള്ളികളുണ്ട്. ആ പള്ളികളൊക്കെ പുനർനിർമ്മിക്കാനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി താൽക്കാലികമായി ഇപ്പോൾ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി അവർ ഒരു താൽക്കാലിക പള്ളി നിർമ്മിച്ചിരിക്കുകയാണ്. അതൊരു മണലൊക്കെ ചേർത്തുകൊണ്ട് ഒരു ടെന്റ് രൂപത്തിലാണ് ആ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നിസ്കരിക്കാൻ ഒരു പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ, അതായത് നിസ്കരിക്കാൻ വേണ്ടി മണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊക്കെ വിരിച്ചുകൊണ്ടാണ് അവർ ഈ പള്ളി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏതായാലും ഗസയിൽ റിക്കവറി ശ്രമിക്കുമ്പോഴും അവർ നഷ്ടപ്പെട്ടു പോയ അവരുടെ കിടപ്പാടങ്ങൾക്കല്ല പ്രാധാന്യം നൽകിയത്, മറിച്ച് അവർ അവിടെ നഷ്ടപ്പെട്ടു പോയ മസ്ജിദുകൾ പുനർനിർമ്മിക്കാനാണ് അവർ മുൻകൈയെടുത്തത് എന്നുള്ളത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.